ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളി രണ്ട് ബിൽഡർമാരുടെ സംസാരം കേൾക്കാനിടയായി. അവർ പറയുന്നത് ഇങ്ങനെയായിരുന്നു: ഈ കെട്ടിടത്തിന്റെ പണി സമയത്ത് പൂർത്തിയാക്കാൻ നമുക്ക് ഇനിയും ധാരാളം തൊഴിലാളികളെ ആവശ്യമുണ്ട്. പക്ഷേ ഇത്രയധികം ജോലിക്കാരെ നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവരും? ഇത് കേട്ട തൊഴിലാളിയുടെ മനസ്സിൽ ഒരാശയം ഉദിച്ചു. അയാൾ ബിൽഡർമാരോട് പറഞ്ഞു: നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഇവിടേക്ക് ജോലിക്ക് വരാനായി ധാരാളം തൊഴിലാളികളെ ഏർപ്പാടാക്കാൻ എനിക്ക് സാധിക്കും. ബിൽഡർമാർ സമ്മതിച്ചതോടെ അയാൾ തൻ്റെ ഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് ധാരാളം തൊഴിലാളികളെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും ഗ്രാമത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ഓരോ തൊഴിലാളിക്കും 1000 രൂപ വീതം കൂലി നൽകാനായി ബിൽഡർമാർ അയാളെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അയാളാകട്ടെ ഓരോരുത്തരിൽ നിന്നും 200 രൂപ വീതം കൈക്കലാക്കുകയും 800 രൂപ കൂലിയായി നൽകുകയും ചെയ്തു. ഒരു ദിവസം രാത്രി അയാളുടെ ഉറക്കത്തിൽ ലക്ഷ്മി ദേവി പ്രത്യക്ഷപ്പെടുകയും ഇപ്രകാരം പറയുകയും ചെയ്തു: മകനെ, മറ്റുള്ളവരുടെ പരിശ്രമത്തിന്റെ ഫലം അന്യായമായി സ്വന്തമാക്കുന്നത് ശരിയല്ല. ഇത് കേട്ട അയാൾ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. അയാളുടെ ശരീരമാസകലം വിയർത്തു കുളിച്ചിരുന്നു. പിറ്റേ ദിവസം തന്നെ അയാൾ തൻ്റെ ഗ്രാമവാസികളായ എല്ലാ തൊഴിലാളികളുടെയും പണം തിരികെ നൽകി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കെട്ടിട നിർമ്മാണം പൂർത്തിയാവുകയും ബിൽഡർമാർ അയാളെ പ്രത്യേകമായി വിളിച്ച് 1,00,000 രൂപയുടെ ചെക്ക് നൽകുകയും ചെയ്തു. നിങ്ങൾ കാരണമാണ് ഈ കെട്ടിടത്തിന്റെ പണി ഇത്ര വേഗം പൂർത്തിയാക്കാനായത്, അതിനുള്ള സമ്മാനമാണിത് എന്ന് അറിയിക്കുകയും ചെയ്തു. അന്ന് ആ തൊഴിലാളിക്ക് ഒരു കാര്യം മനസ്സിലായി: മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ ഫലം അനാവശ്യമായി തട്ടിയെടുക്കാൻ പാടില്ല. നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കും ലഭിക്കും.